ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ മാതാപിതാക്കൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളിൽ ഒന്നാണിത്. ഈ ധന്യ നിമിഷം എനിക്ക് സമ്മാനിച്ചതിന് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ എനിക്ക് ചെയ്ത സർവ്വ ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. മാർ തോമൻ പൈതൃകത്തെ പൊൻതിരി നാളമാക്കി, തോമാവബോധത്തെ കരുത്താക്കി, ഭാരതീയ സംസ്കൃതിയോട് ചേർന്ന് നിന്ന് കാലത്തിന്റെ വേഗങ്ങളെയും ആവേഗങ്ങളെയും അതിജീവിച്ച ഇതര വിഭാഗങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമായ മലങ്കര സഭ, മലയാള മണ്ണിന്റെ ചൂടും ചൂരും അറിഞ്ഞ് ഭാരതത്തിന്റെ തദ്ദേശീയ സഭയായി മലങ്കര സഭ വളരുകയായി. കറുത്ത പൊന്നിന്റെ സമ്പന്നതയിൽ നിന്ന് വിദേശികളുടെ അടിമത്തത്തിലേക്കും ഐത്തോച്ചാരണത്തിന്റെ ആഴങ്ങളിലേക്കും അവഗണനകളിലേക്കും നീങ്ങിപ്പോയ കേരളീയ സമൂഹം ഇന്ന് സാക്ഷരതയിൽ ഒന്നാമതും ജീവിത നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. പേരും നിറവും നോക്കി അറിവ് പകർന്നിരുന്ന കാലത്ത് നിന്നും സമ്പൂർണ്ണ സാക്ഷരതയുടെ അവകാശികളായി നാം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രപതി ആദരണീയനായ പ്രണബ് മുഖർജിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. This seminar is the first indigenous initiative towards the universal literacy and education, which has made Kerala the most literate state in our country. സാർവത്രിക വിദ്യാഭ്യാസം സാധ്യമാക്കിയ ആദ്യ തദ്ദേശീയ പ്രവർത്തനം സെമിനാരിയുടേതായിരുന്നു. അതാണ് ഉയർന്ന സാക്ഷരതാ നിരക്കിലേക്ക് കേരളത്തെ ഇന്ന് എത്തിച്ചിരിക്കുന്നത്. അതെ, കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ വിശാലമാക്കുന്നതിൽ മലങ്കര സഭ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഇന്ന് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായ ദർശനത്തോടെ കേരളീയ സമൂഹത്തെ നയിക്കുവാൻ ഇന്ന് നാം പ്രാപ്തരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ മാന്യ സദസ്സിന് മുൻപിൽ ചില ചിന്തകൾ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതും പ്രധാനവുമായി എനിക്ക് പറയുവാനുള്ളത് സോഷ്യൽ മീഡിയകളിലൂടെ ആത്മീയ അവബോധം നൽകേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അതെ, സോഷ്യൽ മീഡിയകളിലൂടെ ആത്മീയ അവബോധം നൽകേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന സംവിധാനങ്ങൾ ഇന്ന് ജീവിതത്തെ ലളിതമാക്കുന്ന ഈ കാലഘട്ടത്തിൽ അടുത്തിരിക്കുന്ന കൂട്ടുകാരന് പോലും ചാറ്റ് ബോക്സിൽ ഹായ് കൊടുക്കുന്ന കാലം, മനസ്സിലുള്ളത് തുറന്നു പറയുവാൻ സ്റ്റാറ്റസ് കോളം പരതുന്ന, ഊണിലും ഉറക്കത്തിലും വരെ ലൈക്ക് നേടുന്ന ഒരു കാലത്ത് അന്യന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുത്തുകൊണ്ട് സ്വന്തം മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന സെൽഫിയുടെ ഈ കാലത്ത് മാറ്റത്തിന്റെ ശബ്ദമാകേണ്ടത് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളാണ്. എന്തിന്റെയും നന്മകളെ സ്വാംശീകരിക്കുവാൻ നമ്മുടെ സഭയുടെ മക്കളെ പഠിപ്പിക്കേണ്ടതും പ്രചോദിപ്പിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും സൺഡേ സ്കൂൾ ക്ലാസുകളാണ്. സത്യസന്ധമായ സ്വത്താവിഷ്കാരത്തിന് ധൈര്യമില്ലാത്ത എത്രയോ വ്യാജ പ്രൊഫൈലുകളുടെ നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സുഖാന്വേഷണങ്ങളുടെ ആധുനിക കാലത്ത് സത്യാന്വേഷണങ്ങളുടെ ബദൽ പ്രൊഫൈലാകുവാൻ പഠിപ്പിക്കേണ്ടത് സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ആത്മീയ അവബോധം നൽകുവാൻ സോഷ്യൽ മീഡിയ എന്ന മാധ്യമത്തെ ഉപയോഗിക്കുവാൻ സൺഡേ സ്കൂളിന് കഴിയണം. അതിനു വേണ്ട നടപടികൾ എടുത്തേ മതിയാകും. വേദനിക്കുന്നവന്റെ നിലവിളിയോ അവശരുടെ അപേക്ഷയോ ചെവി കൊടുക്കാതെ ഹെഡ്സെറ്റിന്റെ ശബ്ദ കോലാഹലങ്ങളിൽ നാം സ്വയം മറക്കുമ്പോൾ അവിടെ മാറ്റത്തിന്റെ ശബ്ദമായി തീരേണ്ടത് സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്. മാധ്യമ ബോധനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനൊപ്പം 8ാം ക്ലാസ് മുതലുള്ള പാഠ്യപദ്ധതിയുടെ ഓൺലൈൻ റിസോഴ്സുകളും ഓൺലൈൻ ക്ലാസുകളും ഏർപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ സെക്യുലർ വിദ്യാഭ്യാസത്തിന്റെ തിരക്കുകൾക്കിടയിൽ സൺഡേ സ്കൂൾ ക്ലാസുകൾ നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ദൈവവചനത്തെ, സഭാചരിത്രത്തെ, സഭയുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, രാഷ്ട്രീയ അവബോധം നൽകേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. മെത്രാനെ അംഗീകരിച്ചു നൽകിയ രാജകീയ വിളംബരവും കരമൊഴിവായി ഭൂമി പതിച്ചു നൽകിയ ചരിത്രവും സഭയുടെ തങ്കത്തലപ്പാവിൽ ചേർക്കപ്പെട്ട നിത്യസ്മരണകളാണ്. നസ്രാണി സൈന്യമെന്ന് സൈനികർ വരെ സ്വന്തമായി ഉണ്ടായിരുന്ന സഭയെന്ന് അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, അർഹതപ്പെട്ടത് പിടിച്ചെടുക്കുവാൻ, സംരക്ഷിക്കുവാൻ പോരാടേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുമ്പോൾ സൺഡേ സ്കൂളേറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് നിന്ന്, സാമൂഹിക രംഗത്ത് നിന്നും മലങ്കര സഭാംഗങ്ങളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു പോകുന്നില്ലേ? പേരും ജാതിയും നോക്കി വോട്ട് കൊടുക്കുന്ന ഈ കാലത്ത്
മതേതരത്വ ഭാരതത്തിൽ മാമോദീസ വാങ്ങുന്ന വോട്ടിന്റെ എണ്ണം എടുക്കുന്നത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ കൂടി ഒരിക്കൽ ഒരു CM സ്റ്റീഫനോ ഒരു ഉമ്മൻചാണ്ടിയോ നമുക്കുണ്ടായിരുന്നിരിക്കാം. എന്നാൽ നാളെയും നമ്മുടെ സഭയെ നയിക്കുവാൻ പ്രാപ്തരായ നല്ല നേതാക്കന്മാർ, രാഷ്ട്രബോധമുള്ള നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ നിന്നും വളർന്നു വരണം. അതിന് പ്രേരണയാകണം സൺഡേ സ്കൂൾ പ്രസ്ഥാനം. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കുവാൻ പോകുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ രൂപപ്പെടണമെങ്കിൽ പഞ്ചായത്ത് തലം മുതൽ തന്നെ സഭയോട് വിധേയത്വം പുലർത്തുന്ന നല്ല നേതാക്കന്മാർ സൺഡേ സ്കൂൾ ക്ലാസുകളിലൂടെ വളർന്നു വരണം. സഭയുടെ വക്താക്കളായി തീരുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് സാധ്യമാകണം. മൂന്നാമതായി, സാമൂഹിക അവബോധം നൽകേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. സാമൂഹിക അവബോധം നൽകേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. ഇന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാൻ പഠിക്കേണ്ടത് യൗവന കാലത്തിലല്ല, മറിച്ച് ബാല്യത്തിൽ തന്നെയാണ്. ബാല്യത്തിൽ തന്നെ ഒരുമിച്ച് മുന്നേറുവാനും പൊരുതുവാനുമുള്ള ആർജവും ആവേശവും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞാലേ പ്രതിസന്ധികൾക്കിടയിൽ, പ്രതിബന്ധങ്ങൾക്കിടയിൽ വിശ്വാസത്തെ ചോർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. പറങ്കി പടയാളികളുടെ പീഡനങ്ങൾക്കിടയിലും വിശ്വാസത്തെ ചോർന്നു പോകാതെ കാത്തു സംരക്ഷിച്ച നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ, കാതേലിക്കേറ്റിന്റെ തിളക്കത്തെ കൂടുതൽ ശോഭിതമാക്കിയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ, ദീർഘദർശികളെ പോലെ സഭയുടെ വിശ്വാസത്തിൽ എന്ത് പ്രതിസന്ധികൾക്കിടയിലും ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഖർവാപ്പസിയെ മൗനമായി സമീപിക്കുവാനോ ലവ് ജിഹാദിനെ അവിവേകത്തിന്റെ പ്രതീകമെന്ന് കരുതി തള്ളിക്കളയുവാനോ അല്ല നാം ശ്രമിക്കേണ്ടത്. സമൂഹത്തിന് മുൻപിൽ അസംഘടിത ശക്തിയായി തീരുവാനല്ല, സഭയിലെ ഒരു അംഗത്തിന്റെ വേദനയെ സ്വന്തം വേദനയെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാനാകണം സൺഡേ സ്കൂൾ ക്ലാസുകൾ നയിക്കേണ്ടത്. നാലാമതായി, കാഴ്ചപ്പാടുകളെ രൂപാന്തരപ്പെടുത്തേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. ഇന്ന് മാതാപിതാക്കളുടെ സ്വപ്നം, മക്കളെ പറ്റിയുള്ള സ്വപ്നം എഞ്ചിനീയർ അല്ലെങ്കിൽ നഴ്സ് എന്നതിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. അധ്യാപനവും സാഹിത്യ പ്രവർത്തനങ്ങളും സർക്കാർ ഉദ്യോഗവുമൊക്കെ രണ്ടാം തരമായി ചിത്രീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ധനസമ്പാദനം സാധ്യമാകുന്ന ഈ മേഖലകളിലേക്ക് നമ്മുടെ മക്കൾ ഇന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ സാംസ്കാരിക കേരളത്തിൽ നാം ഏറെ പിന്നിലായി പോയിട്ടില്ലേ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജിജി തോംസനെ പോലെ ഉത്തമരായ നേതാക്കന്മാർ, ഉത്തമരായ സമൂഹത്തിന് സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന നേതാക്കന്മാർ നമ്മുടെ സഭകളിൽ നിന്നും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. പ്രൊഫഷണൽ കോഴ്സുകൾക്കുമെല്ലാം പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം മറ്റു മേഖലകളിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളെ ശ്രദ്ധ തിരിക്കുവാൻ നമുക്ക് കഴിയണം. സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുവാനും PSC നെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതെ, കാഴ്ചപ്പാടുകളിൽ വരുത്തുന്ന മാറ്റം നമുക്ക് നൽകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അഞ്ചാമതായി, മാനവ വിഭവശേഷിയെ വളർത്തേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. മാനവ വിഭവശേഷിയെ വളർത്തേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. നമ്മുടെ സന്യാസി സമൂഹത്തെ പറ്റി നാം ഈ അവസരത്തിൽ ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. സഭയുടെ സന്യാസ മേഖലയിലേക്ക് സഭയെ പ്രാർത്ഥനയിലൂടെ നയിക്കുവാൻ, ശക്തമായ പ്രവർത്തനത്തിലൂടെ വഴി നടത്തുവാൻ പോകുന്ന ദീർഘദർശിമാർ നമ്മുടെ കുട്ടികളിൽ നിന്നും ഉയർന്നു വരണം. കന്യാസ്ത്രീ മഠങ്ങളുടെയും സന്യാസ പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയ്ക്ക് ബാല്യത്തിൽ തന്നെ ദൈവവിളി തിരിച്ചറിയുന്ന ശമൂവേൽ ബാലന്മാരെ രൂപീകൃതമാക്കുവാൻ നമ്മുടെ സഭയ്ക്ക് സാധ്യമാകണം. അതിനുവേണ്ട പ്രചോദനമാകണം നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസുകളും സൺഡേ സ്കൂളിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും. ആറാമതായി, സാംസ്കാരിക അവബോധം നൽകേണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനം. ചെമ്മനം ചാക്കോയും ബെന്യാമീനുമൊക്കെ സാംസ്കാരിക കേരളത്തിന്റെ പ്രിയപുത്രന്മാരാണ്. ഡോക്ടർ സാമുവേൽ ചന്ദനപ്പള്ളിയും ഇസ്രേൽ പാറേട്ടുമൊക്കെ നമ്മുടെ സഭയുടെ അഭിമാനമാണ്. സഭയുടെ ആരാധനാ സാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നതിൽ മാത്രമല്ല, നമ്മുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിലും ഇവർ അതുല്യങ്ങളായ സംഭാവനകൾ നൽകി. ഇത്തരത്തിൽ സാംസ്കാരിക കേരളത്തിന് സംഭാവന നൽകുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിൽ നിന്നും വളർന്നു വരണം. നല്ല രചനകളെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് വേദികൾ കൊടുക്കുവാനും അങ്ങനെ സഭയുടെ വക്താക്കളാക്കി തീർക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുവാനും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് കഴിയണം. സാഹിത്യ ശില്പശാലകളും കവിയരങ്ങളും കഥയരങ്ങളും സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുവെങ്കിൽ തീർച്ച സഭയ്ക്ക് അഭിമാനമാകും നമ്മുടെ വരും തലമുറ. രചനാരംഗത്ത് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവതരണ രംഗത്ത് കൂടി നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. മനസ്സിനെ തൊട്ടുണർത്തുന്ന ഗാനങ്ങൾ സമ്മാനിക്കുന്ന നല്ല ഗായകരെ, ചിന്താശൈലികളെ മാറ്റിയെഴുതുന്ന നൃത്തച്ചുവടുകളുള്ള മയൂര നൃത്തത്തിന് കഴിവുള്ള നല്ല നർത്തകരെ, വേഗതയേറിയ ഓട്ടക്കാരനും
ഉയരം കൂടിയ ചാട്ടക്കാരനും ഭാരതത്തിന് സ്വർണ്ണ ചാർത്ത് വീഴാൻ പോകുന്ന കായിക താരങ്ങളെ സഭയുടെ സംഭാവനകളായി നൽകുവാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നാം നടത്തിയേ മതിയാകും. എൻ്റെ ചില ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ചത്. ഈ വേദിയിൽ മുൻപ് പറഞ്ഞവർ പറഞ്ഞതുപോലെ തന്നെ സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ് സഭയുടെ ശക്തി. സൺഡേ സ്കൂളിന്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളാണ് സഭയുടെ വരും നാളുകളെ തീരുമാനിക്കുന്നത്, വരും നാളുകളെ നിർണയിക്കുന്നത്. അതെ, തെങ്ങാണ് തെങ്ങിൻ തൈയല്ല നടേണ്ടത്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാലത്തെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് വിശ്വാസ സ്ഥിരതയിൽ നമ്മുടെ മക്കൾ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം. ചതിക്കുഴികൾ നിറഞ്ഞ ആധുനിക ലോകത്തിൽ വിശ്വാസത്തെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുൻപിൽ മാതൃകയായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം നാം നേടിയ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൂടെ നേടിയ അറിവാണ്, വിജ്ഞാനമാണ്, ലഭിച്ച മാതൃകയാണ്. ആ മാതൃകയെ തുടർന്ന് കൊണ്ടുപോകുവാൻ, കഴിഞ്ഞ നാളുകളേക്കാൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർക്കേണ്ടവർ നിരവധിയാണ്. എൻ്റെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ ഭദ്രാസന സെക്രട്ടറി കൂടിയായ ഇബി ഫിലിപ്പച്ചൻ, അതുപോലെ തന്നെ എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്ന കളീക്കലച്ചൻ, ഇടവികാരിയായ TS നായനാനച്ഛനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ജോസഫ് സാറിനെയും ഇത്തരണത്തിൽ ഓർക്കുന്നു. കരുതലോടെ എന്നെ കരുതുന്ന എൻ്റെ ലാലി ടീച്ചറിനെയും വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് എനിക്ക് ഉപദേശങ്ങളും പ്രോത്സാഹനം നൽകുന്ന ജോൺ കെ മാത്യു സാറിനെയും വർഗീസ് സാറിനെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നലെ കൂടെ വിളിച്ച് ഇവിടെ വരുന്ന കാര്യത്തെ പറ്റി അന്വേഷിച്ച ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ ഡോക്ടർ ബിജു സാറിനെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാറ്റിലും ഉപരി എനിക്ക് നന്ദി അർപ്പിക്കുവാനുള്ളത് സർവശക്തനായ ദൈവത്തിനോടാണ്. ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതെ, ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. നന്ദി, നമസ്കാരം.